നമസ്കാരം. ഇത് പെരിന്തൽമണ്ണ അടുത്തുള്ള ആനമങ്ങാട് ശ്രീ മഹാദേവമംഗലം ക്ഷേത്രമാണ്. അവിടെ അഷ്ടദ്രവ്യ ഗണപതി ഹോമവും ആനയൂട്ടൊക്കെ ആയിരുന്നു കഴിഞ്ഞ ഞായറാഴ്ച. രാവിലെ ക്ഷേത്രം തന്ത്രിയുടെ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം നടന്നു. കർക്കിടക മാസമായിട്ട് എല്ലാ ക്ഷേത്രങ്ങളിലും മഹാഗണപതി ഹോമവും ഭഗവതി സേവയൊക്കെ ഉണ്ടാവും. അങ്ങനെ ആനമങ്ങാടുള്ള ഈ മഹാദേവമംഗലം ക്ഷേത്രത്തിൽ ഗണപതി ഹോമം അതിഗംഭീരമായി തന്നെ നടന്നു കേട്ടോ. ഗണപതി ഹോമത്തിന് ഒരുക്കിയിട്ടുള്ള അപ്പം, അട, അഷ്ടദ്രവ്യ കൂട്ടൊക്കെയാണ് ഈ കാണുന്നത്. ചെറുപ്പശ്ശേരി ശ്രീജു പുതുവാളിൻ്റെ മനോഹരമായിട്ടുള്ള അഷ്ടപതി ആ സമയത്ത് ഉണ്ടായിരുന്നു. ഞാൻ എത്തിയ സമയത്ത് ഞാൻ രാവിലെ പൂജയൊക്കെ കഴിഞ്ഞ് ആണ് ഞാൻ ഈ ക്ഷേത്രത്തിൽ എത്തിയത്. അപ്പോൾ ഗജവീരന്മാർക്ക് ഭക്തജനങ്ങൾ ഫ്രൂട്ട്സും കരിമ്പും നേദ്യം ഒക്കെ കൊടുക്കുന്ന സമയമാണ് കേട്ടോ. ശ്രീജു പുതുവാളുടെ നേതൃത്വത്തിൽ ഗംഭീരമായിട്ടുള്ള മേളവും അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ആനമങ്ങാട് മഹാദേവമംഗലം ക്ഷേത്രം ആനമങ്ങാട് ടൗണിലുള്ള ഒരു പ്രധാന ക്ഷേത്രമാണ്. ആ ക്ഷേത്രത്തിൻ്റെ കൊടിമരവും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഉള്ളിലേക്ക് തൊഴുവാൻ വേണ്ടിയിട്ട് പോകുന്ന ഭക്തജനങ്ങളുടെ ക്യൂ ആണ് നിങ്ങൾ കാണുന്നത്. ശ്രീ മഹാദേവമംഗലം ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ എന്ന് പറയുന്നത് മഹാവിഷ്ണു തന്നെയാണ്. ഉള്ളിലെ ഗണപതിയും അയ്യപ്പനും ഉണ്ട്. പുറത്ത് നാഗങ്ങളും അതുപോലെ ഭഗവതിയും ഉണ്ട്. ഇവിടെയാണ് നാഗങ്ങളെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ക്ഷേത്രത്തിൻ്റെ ഊട്ടുപുരയിലെ പ്രസാദൂട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ധാരാളം ആളുകൾ അവിടെയും പ്രസാദൂട്ടൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു. ആനമങ്ങാട് രാജേഷമ്പ്രാന്തിരി അദ്ദേഹമാണ് പ്രസാദൂട്ടും അതുപോലെ തന്നെ അഷ്ടദ്രവ്യ കൂട്ടൊക്കെ തയ്യാറാക്കിയത്. എനിക്ക് തോന്നുന്നു വർഷങ്ങളായിട്ട് അദ്ദേഹം തന്നെയാണ് അവിടെ പ്രസാദൂട്ടും അതുപോലെ അഷ്ടദ്രവ്യ കൂട്ടൊക്കെ തയ്യാറാക്കുന്നത്. ഒരു ക്ഷേത്രത്തിൻ്റെ ഒരു ആഘോഷം, ഒരു ഉത്സവം അല്ലെങ്കിൽ ഒരു ആനയൂട്ട്, ഗണപതി ഹോമം എന്നൊക്കെ പറയുമ്പോൾ അവിടെ വരുന്ന ഭക്തജനങ്ങൾ, ആ ഗ്രാമത്തിലെ എല്ലാവരും കൂടിയിട്ട് ഒരേ മനസ്സോട് കൂടിയിട്ട് ആണ് പ്രവർത്തിക്കുന്നത്. അപ്പോഴേ അത് ഒരു വിജയത്തിലെത്തുകയുള്ളൂ. അതിനൊരു ഉത്തമ ഉദാഹരണമായിരുന്നു
ഈ തവണത്തെ ഗണപതിഹോമവും ആനയൂട്ടമൊക്കെ എല്ലാവരുടെയും ഒരു സഹകരണം അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ക്ഷേത്രത്തിൽ കാണാൻ പറ്റും. ഇവിടെ മാതൃസമിതി, ക്ഷേത്രം മാതൃസമിതി അംഗങ്ങളും അത് കമ്മിറ്റിക്കാരും എല്ലാവരും കൂടിയിട്ട് റെസീറ്റാക്കിയിട്ടുള്ള ഭക്തജനങ്ങൾക്ക് കൊടുക്കുന്നതിനാവശ്യമായിട്ടുള്ള ഗണപതി ഹോമത്തിൻ്റെ പ്രസാദങ്ങളൊക്കെ പാക്ക് ചെയ്യുന്ന തിരക്കിലാണ്. അങ്ങനെ എല്ലാവരും ഒരേ മനസ്സോട് കൂടിയിട്ട് ചെയ്യുമ്പോഴാണ് ആ ഒരു ക്ഷേത്രമായിക്കോട്ടെ എന്താണെങ്കിലും ആ ഒരു പരിപാടി വിജയമാവുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ പോയ സമയത്ത് അങ്ങനെ അതിൻ്റെയൊക്കെ തിരക്കിലായിരുന്നു എല്ലാവരും. എന്തായാലും മേളം തിരുവനന്തപുരത്തെത്തി അവസാനിക്കുന്ന ഒരു സമയമാണിപ്പോൾ, അവസാനിപ്പിക്കുന്ന ഒരു സമയമാണ്. ആ മേളം കഴിഞ്ഞിട്ട് കമ്മിറ്റിക്കാർ അവർക്ക് ഉള്ള ഓണപ്പുടൊക്കെ കൊടുക്കുന്ന ഇതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അങ്ങനെ ഗജവീരന്മാർ പോകുന്നതിന് മുന്നോടിയായിട്ട് ക്ഷേത്രത്തിലെത്തി ഭഗവാനെ പ്രദക്ഷിണം വെച്ചിട്ട് തൊഴുത് പോകുന്ന ഒരു രംഗമാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ശ്രീ മഹാദേവമംഗലം ക്ഷേത്രത്തിലെ ഇനി കാണിക്കാത്തതും പറയാത്തതുമായിട്ടുള്ള കമ്മിറ്റിക്കാർ, സംഘാടകരുണ്ട്. അവർ ഞാൻ നേരത്തെ പറഞ്ഞ കൂട്ടത്തിൽ എല്ലാവരുടെയും ആ ഒരു ഒരേ മനസ്സോട് കൂടിയിട്ടുള്ള ഒരു പ്രവർത്തനമാണ് അവിടുത്തെ എല്ലാ വിജയങ്ങളുടെയും ആധാരം. അത് സംശയമൊന്നുമില്ല. എല്ലാ മാസവും എന്ന് പറഞ്ഞ പോലെ തന്നെ എല്ലാ പ്രധാനപ്പെട്ട ആഘോഷങ്ങളും ശ്രീ മഹാദേവമംഗലത്ത് ഗംഭീരമായിട്ട് തന്നെ അവർ നടത്തുന്നുണ്ട്. അപ്പോൾ ഇനി 30 വ്യാഴാഴ്ചയാണെങ്കിലും അതുപോലെ തന്നെ ഉത്സവമാണെങ്കിലും വൃശ്ചിക മാസത്തിലെ അഖണ്ഡധാമാണെങ്കിലും എല്ലാം അവിടെ ഗംഭീരമായിട്ട് തന്നെ നടക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ആ മഹാദേവമംഗലത്തെ ദേവരുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ. നന്ദി, നമസ്കാരം.